നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ഈ വൈകിയ സമയം നിങ്ങളുടെ നടുവിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി ഉള്ള ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ആത്മീയ കൂട്ടായ്മയോ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ കഴിയാത്ത ഈ പ്രത്യേക സാഹചര്യത്തിൽ വിവിധ ഭവനങ്ങളിലിരുന്ന് വിവിധ പട്ടണങ്ങളിലായി വിവിധ രാജ്യങ്ങളിലായി ഈ മാധ്യമത്തിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ആശംസിക്കുന്നു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് പുള്ളൂർ സൗത്ത് സെൻറ്റർ CMൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിട്ട് ദൈവത്തിൻ്റെ വചനം അഭിഷിക്തന്മാരിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ. ഇന്ന് വൈകിയ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടട്ടെ. ഈ കാലഘട്ടത്തിന് അനിവാര്യമായ ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥകളെ വിവേചിച്ചുകൊണ്ട് അഭിഷിക്തന്മാർ നമ്മോട് ദൈവവചനം സംസാരിക്കുമ്പോൾ നാം ആയിരിക്കുന്ന ഭവനങ്ങളിൽ പട്ടണങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ശ്രദ്ധാലുക്കളായി തീരുവാൻ ഇടയായി തീരട്ടെ. വിവിധ പേജുകളിലായി വിവിധ ഗ്രൂപ്പുകളിലായി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ തത്സമയമുള്ള ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് വൈകിയ സമയം നമ്മോട് ദൈവത്തിൻ്റെ വചനം അറിയിക്കുന്നത് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് കുളത്തുപ്പുഴ സഭയിൽ മുൻകാല മെമ്പറും അതേപോലെ തന്നെ ഇപ്പോൾ ജീസസ് മിഷൻ ബീഹാർ ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ടിജു ജോൺ അവറുകളാണ്. ആ ദൈവദാസൻ കഴിഞ്ഞ കാലങ്ങളിൽ CMനോടുള്ള ബന്ധത്തിൽ ഈ സെൻട്രൽ ആത്മീയമായി വളർച്ചയ്ക്ക് കാരണമായി തീരുകയും ഇന്ന് ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി കർത്താവിൻ്റെ വേളയിൽ വർദ്ധിച്ചു വരുന്നതിൽ ഓർത്ത് ഞങ്ങൾ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. തുടർന്നുള്ള സമയങ്ങൾ തന്നിലൂടെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ. അടുത്ത നിമിഷങ്ങൾ ആ ദൈവദാസ് നമ്മോട് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിപ്പടിയായി തീരും. പ്രാരംഭത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ മക്കളായിരിക്കുന്ന ബ്രദർ ഫിലോ ടിജു ജോൺ അതേപോലെ തന്നെ കൃപ ഗ്രേസ് ജോൺ അവർ നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിപ്പാനിടയായി തീരും. ദൈവത്തിൻ്റെ വചനം അതിനുശേഷം കേൾപ്പാനിടയായി തീരട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്നേ വൈകിട്ട് നമുക്ക് അനുഭവിപ്പാൻ ദൈവം അവസരം ഒരുക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ ദൈവജനത്തിന് മുമ്പാകെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവർക്ക് സ്നേഹവന്ദനം. There is peace in Christ when we walk with Him through the streets of Galilee to Jerusalem. Mend the broken heart, try the tear-filled eyes. When we live the way He lived, there is peace in Christ. He gives us hope when hope is gone. He gives us strength when we can't go on. He gives us shelter in the storms of life. When there's no peace on earth, there is peace in Christ. When there's no peace on earth, there is peace in Christ. There is peace in Christ. When we learn of Him, feel the love He felt for us when we walk on sin. Listen to His word, let them come alive. If we know His mercy is, there is peace in Christ. He gives us hope when hope is gone. He gives us strength when we can't go on. He gives us shelter in the storms of life. When there's no peace on earth, there is peace in Christ. When there's no peace on earth, there is peace in Christ. ശ്രേഷ്ഠമേറി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ഈ വൈകിയ സമയം ഇങ്ങനെ ഒരുമിച്ച് ദൈവസന്നാനത്തിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. സാരോൺ ഫെലോഷിപ്പ് ചർച്ച് പുനലൂർ സൗത്ത് സെൻട്രൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ വചന പരമ്പരയിൽ ഭാഗമാകുവാൻ കർത്താവ് എനിക്കും തന്ന ഈ നല്ല സമയത്തിനായി, ഭാഗ്യത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. നാട്ടിലായിരുന്ന സമയത്ത് ശരിക്ക് എന്നെ ബലപ്പെടുത്തിയ, എന്നെ വളർത്തിയ ശക്തമായൊരു മൂവ്മെൻ്റാണ് CM എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കർത്താവ് തന്നതിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പ്രത്യേകാൽ ഇതിൻ്റെ സംഘാടകരായ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ചില നിമിഷങ്ങൾ ഇരിക്കാം. ഇന്നത്തെ വൈകിയ സമയത്തെ വചന ധ്യാനത്തിനായി ഒരു ബൈബിളിലെ ഒരു പോർഷൻ വായിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ ആണ്. അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്: ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരിൽ 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാരെന്ന് പേര് വിളിച്ചു. അപ്പം ഇന്ന് ഈ വൈകിയ സമയത്ത് ശിഷ്യത്വത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചന കേൾവിയിലായിരിക്കാം. ശരിക്കും ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിന്റെ കുറച്ചുകൂടെ ഒരു ക്ലിയർ പിക്ചർ, ശരിക്കും ശിഷ്യന്മാരെ കർത്താവ് വിളിച്ചത്, അത് കുറച്ചുകൂടെ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത് ഇവിടെ കർത്താവ് പ്രാർത്ഥിച്ചതിന് ശേഷം അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യം നമ്മൾ വായിച്ചു. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം കൊടുപ്പാനും 12 നിയമിച്ചു. അപ്പം ഈ ഭാഗത്ത് 3 കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെട്ടത്. നമുക്കറിയാം, ഈ ലോകത്തിന്റെ നിയമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോകത്തിന്റെ രീതി എന്ന് പറയുന്നത്, ശിഷ്യന്മാരാണ് നല്ല ഗുരുക്കന്മാരെ കണ്ടുപിടിച്ച് തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, ഈ കാലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നവരും, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കാലയളവിൽ പ്രത്യേക ട്യൂഷനെ ആശ്രയിച്ചാണ് കുഞ്ഞുങ്ങളൊക്കെ തങ്ങളുടെ പഠനം മുൻപോട്ട് നയിക്കുന്നത്. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ അവർക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റുകളുടെ ടീച്ചേഴ്സിനെ തിരഞ്ഞെടുക്കാറുണ്ട്, കോച്ചിങ് ടീച്ചേഴ്സിനെ. അപ്പോൾ തിരഞ്ഞെടുക്കത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതായിട്ട് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുന്ന ടീച്ചേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു സാധാരണമാണ്. നമുക്കറിയാം, പഴയ കാലങ്ങളിലൊക്കെ, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ ഇന്ത്യയിലും ഗുരുകുല സംവിധാനങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ ഗുരുകുല സമയത്തും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലും നല്ല ഗുരുക്കന്മാരെ തിരഞ്ഞെടുത്ത് ശിഷ്യപ്പെട്ട് പഠിക്കുക എന്നുള്ളത് ലോകത്തിൻ്റെ ഒരു രീതിയായിരുന്നു. പക്ഷേ ഇവിടെ കർത്താവിൻ്റെ കാര്യം അങ്ങനെയല്ല. കർത്താവിനെ പോലെ ശ്രേഷ്ഠനായ ഗുരു മറ്റാരുമില്ല. കർത്താവിനെ പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ രീതിയിലും തികഞ്ഞ ഒരു നല്ല ഗുരു നമുക്ക് ഈ ലോകത്ത് മറ്റെങ്ങും കിട്ടത്തില്ല. പക്ഷേ എനിക്കെൻ്റെ ബുദ്ധി കൊണ്ട്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ആരെങ്കിലും ചിന്തിച്ചാൽ അവർക്ക് അവരുടെ ബുദ്ധി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ അറിവ് കൊണ്ടോ അല്ലെങ്കിൽ കഴിവ് കൊണ്ടോ നല്ലവനായ സർവശക്തനായ അല്ലെങ്കിൽ കർത്താവായ നമ്മുടെ യേശു കർത്താവായ ഗുരുവിനെ തിരഞ്ഞെടുക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ഏറ്റവും
പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നമ്മൾ കാണുന്നത് യേശുവിന്റെ കാര്യത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയത്തില്ല, തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് കർത്താവിനെ കുറിച്ചുള്ള ചിന്തകൾ വരുന്നത് പോലും, അല്ലെങ്കിൽ അവന് ശിക്ഷപ്പെടണമെന്ന് ഞാൻ ചിന്തിക്കണമെങ്കിൽ, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് വരണമെന്ന് ആ ഒരു ആകർഷണം ഉണ്ടാകണമെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ അനന്തമായ അനവധിയായ കൃപ എൻ്റെ മേൽ വരണം. അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ കൃപ എൻ്റെ മേൽ വന്നിട്ടല്ലാതെ, ദൈവത്തിന്റെ ആകർഷണം എൻ്റെ മേൽ ഉണ്ടാകാതെ എനിക്കൊരിക്കലും വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവിന്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നമ്മൾ ഈ കാണുന്നത് ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ കൂട്ടി വായിച്ചാൽ, ലൂക്കോസിന്റെ സുവിശേഷവും ഈ മർക്കോസിന്റെ സുവിശേഷത്തിലെ ഈ വാക്യങ്ങളും നമ്മൾ ഒരുമിച്ച് ചേർത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കർത്താവ് എന്താ ചെയ്തത്? പ്രാർത്ഥനയ്ക്ക് ശേഷം ശിഷ്യന്മാരെ വിളിച്ചു. ഒരുപാട് പേരുണ്ട് അവിടെ കൂടി വന്നവർ. പക്ഷേ അവരിൽ നിന്ന് എന്ത് ചെയ്തു? ചിലരെ കർത്താവ് വിളിച്ചു. വിളിച്ചവരെ എന്ത് ചെയ്തു? വിളിച്ചവരിൽ നിന്ന് കർത്താവ് 12 പേരെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പം കർത്താവിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമേറിയ ഒരു കാര്യമാണ്. ഇത്രയും കൂട്ടമായിട്ട് അല്ലെങ്കിൽ വലിയൊരു ക്രൗഡിന്റെ മധ്യത്തിൽ നിന്ന് കർത്താവ് തൻ്റെ വേല ചെയ്യുവാൻ, അല്ലെങ്കിൽ ശേഷം മുൻപോട്ടുള്ള സമയങ്ങളിൽ ദൈവരാജ്യത്തിന്റെ പ്രഘോഷണത്തിനായി മറ്റുള്ളവരുടെ അടുത്ത് ദൈവരാജ്യം എത്തിക്കുവാൻ, അല്ലെങ്കിൽ അന്ധകാര നിബിഡമായ സ്ഥലങ്ങളിൽ ദൈവരാജ്യത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ചിലരെ വിളിച്ച് തിരഞ്ഞെടുത്തു. അതിനുശേഷം നമ്മൾ കാണുന്നത് അവരെ നിയോഗിക്കുകയാണ്. കർത്താവിന്റെ നിയോഗം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് നല്ല സ്പഷ്ടമായിട്ട് അറിയാവുന്ന വാക്യങ്ങളാണ്. കർത്താവ് നിയോഗിക്കുമ്പോൾ വെറുതെ അങ്ങ് നിയോഗിക്കുകയില്ല. അപ്പം ഈ ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തതിന് ഉദ്ദേശങ്ങളുണ്ട്. വെറുതെ ഒരിക്കലും കർത്താവ് തിരഞ്ഞെടുത്തതല്ല. അപ്പം പർപ്പസോടുകൂടിയാണ്, ഒരു സ്പെഷ്യൽ പർപ്പസോടുകൂടിയാണ് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. അപ്പം ഈ 3-ാമത്തെ അധ്യായത്തിന്റെ മർക്കോസ് 3:14 നാം വായിച്ചതുപോലെ അവിടെ ഇങ്ങനെയാണ് എഴുതുന്നത്. എന്തിനാണ് തന്നെ അവരെ തിരഞ്ഞെടുത്തത്? പ്രധാനപ്പെട്ട കാര്യം, അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. അപ്പൊ നമുക്കൊത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് ഭൂതങ്ങളെ പുറത്താക്കുക, രോഗികളെ സൗഖ്യമാക്കുക. പ്രത്യേകിച്ച് ഈ കാലയളവിൽ അതാണ് ആളുകളുടെ വാഞ്ച. ആളുകൾ ആഗ്രഹിക്കുന്ന കൃപാവരങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു മിനിസ്ട്രി ഓഫ് ലെവൽ എന്ന് പറയുന്നത്, ഭൂതങ്ങളെ പുറത്താക്കുകയും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികളെ സൗഖ്യമാക്കണം, അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കണം, ഇതാണ്. പക്ഷേ ഇതിനു മുൻപ്, അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഉദ്ദേശം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുകയാണ്, അവനോട് കൂടെ ഇരിപ്പാനും. അപ്പം കർത്താവിനോട് കൂടെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. അപ്പം കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് എന്തിനാണ് കൂടെ ഇരിക്കുന്നത്? ഇപ്പൊ കർത്താവ് ഈ ലോകത്തിൽ വന്നത് നമുക്കറിയാം, സ്വർഗത്തിന്റെ സകല മഹിമകളെയും വിട്ട്, യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത്. നാമോ ദൈവത്തിൽ നിന്നുള്ളവർ, പക്ഷെ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്ത് ദൈവരാജ്യത്തെ സ്ഥാപിക്കുക എന്നുള്ളതാണ് ശിഷ്യന്മാരെ, അല്ലെങ്കിൽ കർത്താവ് ഈ ലോകത്തിൽ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. മുഴുവൻ ലോകത്തും പിശാച് അവന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ ലോകത്തെ വെച്ചിരിക്കുമ്പോൾ, ആ ലോകത്തെ അതിൽ നിന്ന് വിടുവിച്ച് ദൈവരാജ്യത്തെ സ്ഥാപിക്കുക.
ഇതാണ് ശരിക്കുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ ഈ ലോകത്തിൽ വരവിന്റെ പർപ്പസ്. അപ്പോൾ ഈ കാര്യം എങ്ങനെയാണ് ലോകത്തിലുള്ള ശിഷ്യന്മാർ മനസ്സിലാക്കുന്നത്? അവർക്ക് മനസ്സിലാക്കാനായിട്ട് ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ, ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവാണ്. അപ്പം ഈ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പിതാവിന്റെ ഹൃദയത്തെ അറിയുന്നത് നിരന്തരം പിതാവുമായിട്ടുള്ള സംസർഗത്തിലൂടെയാണ്, പിതാവുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ്. നമുക്കറിയാം, പകൽ മുഴുവൻ കർത്താവ് ഭയങ്കര ബിസി ആയിരിക്കും. പല സ്ഥലങ്ങളിൽ രോഗികളെ സൗഖ്യമാക്കാൻ, സ്വർഗരാജ്യത്തെക്കുറിച്ച് സ്ഥലങ്ങളിൽ പ്രഘോഷിക്കാൻ, ഭൂതങ്ങളെ ശാസിക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, പല കാര്യങ്ങളിൽ കർത്താവ് ബിസി ആയിരിക്കും. പക്ഷേ രാത്രിയാകുമ്പോൾ പറയുന്നത് നിർജ്ജന ദേശങ്ങളിൽ അല്ലെങ്കിൽ ജനവാസമില്ലാത്ത സ്ഥലത്ത് മലകളിൽ കർത്താവ് കടന്നുപോയി പിതാവുമായുള്ള ബന്ധത്തിൽ, പിതാവുമായി സംസാരിക്കുന്നതിനായിട്ട് സമയങ്ങളെ വേർതിരിക്കും. അപ്പം ഈ സമയങ്ങളിൽ പിതാവുമായിട്ട് സംസാരിക്കുമ്പോൾ പിതാവിന്റെ ഹൃദയത്തിൽ ഉള്ള കാര്യങ്ങൾ, പിതാവിന്റെ ഇഷ്ടം പുത്രനുമായിട്ട് കൈമാറും. അപ്പൊ അങ്ങനെ പിതാവിന്റെ ഇഷ്ടം പുത്രനുമായി കൈമാറിയ ആ കൈമാറ്റത്തിൽ അപ്പോസ്തലന്മാരുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ പിതാവ് കൈമാറിയിട്ടുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. അതാണ് മലയിൽ നിറങ്ങി വന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിന് ശേഷം മലയിൽ നിറങ്ങി വന്ന് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു, വിളിക്കുന്നു, തിരഞ്ഞെടുക്കുന്നു, നിയോഗിക്കുന്നു. പക്ഷെ എന്താണ് ആദ്യത്തെ ഉദ്ദേശം? പുത്രനായ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുക. പുത്രനായ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുമ്പോൾ മാത്രമേ പിതാവുമായുള്ള സംസർഗത്തിൽ നിന്ന് പുത്രൻ പിതാവിന്റെ ഹൃദയത്തെ മനസ്സിലാക്കിയതുപോലെ പുത്രനായ ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ ഭാഷകൾ, ഹൃദയത്തിന്റെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, എന്താണ് ഈ ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ലോകത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് കൂടെ താമസിക്കുന്ന ശിഷ്യന്മാർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്, ഇത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ഒന്നാമതായി ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തത്. രണ്ടാമത്തെ കാര്യം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, 2 ശിഷ്യന്മാർ, പത്രോസും ആന്ത്രയോസും, അവർ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു. അപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം കേട്ടിട്ട്, യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം കേട്ടിട്ട് ഈ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുകയാണ്. അനുഗമിച്ച് യാത്ര ചെയ്യുമ്പോൾ കർത്താവ് നിന്നിട്ട് തിരിഞ്ഞു ചോദിക്കുന്നു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ ശിഷ്യന്മാര് വീണ്ടും അവരുടെ മറുപടിയായിട്ടൊരു ചോദ്യമാണ്, ഒരു ഉത്തരമല്ല. മറുപടിയായിട്ട് ഉത്തരമല്ല അവർ പറയുന്നത്. യേശുവിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് വേറൊരു ചോദ്യം, റബ്ബി അല്ലെങ്കിൽ ഗുരുവേ, അങ്ങ് എവിടാണ് പാർക്കുന്നത്? അപ്പൊ ശരിക്കും അതിന് മറുപടി എന്താണ്? നിങ്ങൾ എന്താ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പത്രോസിനും ആന്ത്രയോസിനും പറയാനുള്ള മറുപടി ഇതാകാമായിരുന്നു, ഞങ്ങള് ഗുരുവിനെയാണ് അല്ലെങ്കിൽ മസിഹായെ അന്വേഷിക്കുന്നു. പക്ഷെ ഇവിടെ അതല്ല നമ്മളിവിടെ കേൾക്കുന്നത്. അതായത് കർത്താവേ, ഗുരുവേ, റബ്ബി, അങ്ങ് എവിടെയാണ് പാർക്കുന്നത്? രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളതാണ് ശിഷ്യന്റെ ദൗത്യം. ശിഷ്യനായി തിരഞ്ഞെടുത്തവന്റെ ദൗത്യം എന്ന് പറയുന്നത് ഗുരുവിന്റെ അല്ലെങ്കിൽ ഗുരുവായ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ പിൻചെല്ലുക, അവനെ അനുഗമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? ഇപ്പോൾ എവിടെ പാർക്കുന്നു ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത്, വന്ന് കാൺമീൻ എന്ന് കർത്താവ് വിളിക്കണമെങ്കിൽ ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, പിതാവായ ദൈവം പുത്രന്റെ ഹൃദയത്തിലേക്ക് കൈമാറിയ കാര്യങ്ങൾ, അത് ഒരു വിസിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദർശനം കൊണ്ടോ, ഒരു വിഷൻ കൊണ്ടോ, ഒരു കാഴ്ച കൊണ്ടോ ഒന്നും
തീരുന്നതല്ല യേശുവിനെ കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്ലാനുകൾ ഒരു വിസിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു പെട്ടെന്ന് ഒരു ഞൊടിയുടെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ല. അതിന് പുത്രന്റെ കൂടെ പാർക്കേണ്ടത് ആവശ്യമാണ്. നമ്മളവിടെ വായിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് ആ ശിഷ്യന്മാർ പത്രോസും ആന്ത്രോസും നമ്മുടെ കർത്താവിനോട് കൂടെ പാർത്തു. അടുത്തത് നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഗ്രാമങ്ങളിൽ ഗ്രാമാന്തരങ്ങൾ സഞ്ചരിച്ച് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ചില ശിഷ്യന്മാരെ അയക്കുകയാണ്. അപ്പം അയക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്, താൻ പോകേണ്ടുന്ന ഗ്രാമങ്ങളിൽ നഗരങ്ങളിൽ യേശു യാത്ര ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ യേശുവിന് പോകേണ്ടതായിരുന്ന സ്ഥലങ്ങളിൽ ഈ ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്, ഒരു മെസ്സേജുമായി, ഒരു സന്ദേശവുമായി. അപ്പോൾ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന്റെ അടുത്ത ഉദ്ദേശം, ഒന്നാമത് നമ്മൾ ചിന്തിച്ചു കൂടെ പാർക്കാൻ വേണ്ടി, 2 നിരന്തരം തന്നെ അനുഗമിക്കാൻ വേണ്ടി, 3 ഇവിടെ നമ്മൾ കാണുന്നത് യേശുവിന് പകരമായി പോകുവാൻ അല്ലെങ്കിൽ യേശുവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ശിഷ്യന്മാരെ അയക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, യേശുവിനെ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറയുന്നത് യേശുവിനെ പോലെ വസ്ത്രം ധരിക്കുകയോ അല്ലെങ്കിൽ യേശുവിനെ പോലെ മുടി ഹെയർ സ്റ്റൈൽ ഉണ്ടാക്കുകയോ യേശുവിനെ പോലെ എന്താ പറയുന്നത് സിംബൽസ് എന്തെങ്കിലുമൊക്കെ സിംബൽ കൊണ്ടുപോവുക അല്ല. ഈ ശിഷ്യന്മാരെ കുറിച്ച് അല്ലെങ്കിൽ യേശുവിനെ റിപ്രസെന്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ശിഷ്യന്മാരിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ഇവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് തന്റെ സ്വഭാവവും തന്റെ വിശുദ്ധിയും തന്റെ സ്വരൂപവും തന്റെ ഇടപെടലുകളും തന്റെ മെസ്സേജും ഇതെല്ലാം അതുപോലെ ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെ ഒരു റിഫ്ലക്ഷനായിട്ട് മറ്റുള്ളവരിൽ പതിയത്തക്ക രീതിയിൽ തന്നെ റെപ്രസെന്റ് ചെയ്ത് സ്ഥലങ്ങളിലായിരിക്കാനാണ് കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത്, ശിഷ്യന്മാരെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെറുതെ അല്ല കർത്താവ് അയക്കുന്നത്, കർത്താവ് അവർക്ക് സകലവിധ അധികാരങ്ങളും കൊടുത്താണ് വിടുന്നത്. കർത്താവ് അതല്ലേ പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോകുവിൻ. അപ്പോൾ ഈ അധികാരത്തോടെ കർത്താവ് നമ്മെ അയക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ അനുഗമിക്കുന്നവരുടെ റെപ്രസെന്റ് ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തമാണ് ക്രിസ്തുവിനെ അതുപോലെ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രതിഫലിപ്പിച്ച് കാണുക, പ്രതിഫലിപ്പിച്ച് കാണിക്കുക. നമ്മൾ പലപ്പോഴും റിയൽ ശിഷ്യന്മാരാകുന്നത് സൺഡേകളിലോ ഫാസ്റ്റിംഗിന്റെ സമയത്തോ ഫ്രൈഡേയിലോ മന്ത്ലി ഫാസ്റ്റിംഗ് പ്രയറിലോ കൺവെൻഷനുകളിലോ ക്രൂസൈഡുകളിലോ ഇങ്ങനെയുള്ള ഒക്കേഷനിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ നമ്മൾ ക്രിസ്തുവിനെ കാണിക്കാനായിട്ട് തൽപരരാകുന്നത്. ചിലർക്ക് പറയും, ഉപവാസത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ പെർഫെക്റ്റാ. അതല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, പുതിയ ആളുകൾ നാം നമ്മുടെ സഭകളെ കുറിച്ച് ചിന്തിക്കുക. എത്ര നാളുകളായി കാണും ഒരു പാപി നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വന്നിട്ട്? നമുക്ക് ആർക്കെങ്കിലും ഓർക്കാനായിട്ട് കഴിയുന്നുണ്ടോ? പുതിയതായിട്ടൊരാൾ, ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരാൾ യേശുവിനെ കുറിച്ച് കേട്ട് അറിഞ്ഞ് സുവിശേഷത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് വിശുദ്ധ സഭകളിലേക്ക് പ്രവേശിച്ചതായിട്ട് നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ? വേറൊരു സഭയിൽ നിന്ന് ഒരുപക്ഷെ ചാടി വന്നിട്ടുണ്ടായിരിക്കാം. അതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. ശരിക്ക് കർത്താവുമായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടായി, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിട്ട് ഞാൻ പാപിയാണ് കർത്താവ് എന്ന് പറഞ്ഞ് നിലവിളിച്ച് ദൈവസന്നിധിയിൽ വന്നിട്ട് എത്ര നാളുകളായി? പ്രിയമുള്ളവരെ, പോരായ്മ സംഭവിച്ചത് എവിടെയാണെന്ന് അറിയാമോ? നാം പ്രസംഗിക്കാത്തത് കൊണ്ടല്ല, നാം ഫാസ്റ്റിംഗ് പ്രയർ നടത്താത്തത് കൊണ്ടല്ല,
നമ്മുടെ ധാരണത്തിന്റെ പ്രശ്നം കൊണ്ടല്ല. പക്ഷേ ക്രിസ്തുവിനെ അതുപോലെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ പ്രതിനിധികളായി തീരുവാൻ, നമുക്ക് അതുപോലെ ആയിത്തീരുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രശ്നം. അതുകൊണ്ടാണ് പുതിയ പാപികളുടെ മാനസാന്തരം സംഭവിക്കാത്തത്. ശരിക്കും നമ്മുടെ സഭകൾ മടങ്ങി വരേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പുറമേയുള്ള പ്രൗഢികളും ആഡംബരങ്ങളും പുറമേയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി ഉപേക്ഷിച്ചിട്ട് ശരിക്ക് ക്രിസ്തുവിന്റെ രൂപത്തോട് അനുരൂപരായി കർത്താവിനെ റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ കഴിയുമോ? മൂന്നാമതായി കർത്താവ് നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യം അതാണ്. മത്തായി 10:7-8 അവിടെ നമ്മൾ വായിക്കുന്നത് പ്രസംഗിക്കാനായിട്ട് കർത്താവ് അവരെ അയക്കുന്നു. അപ്പോൾ അടുത്ത പർപ്പസ്, നാലാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് കർത്താവിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. സുവിശേഷം പ്രസംഗിക്കുക. ഹല്ലേലൂയ. നാം ശിഷ്യനാണെങ്കിൽ നമ്മൾ ഈ ദൗത്യം ഏറ്റെടുത്തേ പറ്റൂ. നമ്മള് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സഭാ കാലഘട്ടത്തിൽ നമ്മൾ പറയും, സഭയിലുള്ളവരെ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെ കണ്ടിട്ട് ഇവരൊക്കെ വിശ്വാസികളാണ്. വിശ്വാസി എന്നൊരു തസ്തിക ഈ പുതിയ നിയമത്തിലില്ല. കർത്താവ് എല്ലാവരെയും തിരഞ്ഞെടുക്കുന്നത് തന്റെ ശിഷ്യന്മാരായിട്ടാണ്. ശിഷ്യന്മാരുടെ ദൗത്യമാണ് കൂടെ പാർക്കുക എന്നുള്ളത്. ശിഷ്യന്മാരുടെ ദൗത്യമാണ് അവനെ പിൻചെല്ലുക എന്നുള്ളത്. ശിഷ്യന്മാരുടെ ദൗത്യമാണ് കർത്താവിന്റെ പ്രതിനിധിയായിരിക്കുക അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത്. കർത്താവിന്റെ ശിഷ്യന്മാരുടെ ദൗത്യമാണ് ഗോസ്പൽ പ്രീച്ച് ചെയ്യുക എന്നുള്ളത്. യേശുവിനെ പ്രസംഗിച്ചേ പറ്റൂ ശിഷ്യന്മാർ. പ്രസംഗിക്കാതെ എങ്ങനെയാണ് ആളുകൾ കേൾക്കുന്നത്? കേൾക്കാതെ എങ്ങനെയാണ് ആളുകൾ വിശ്വസിക്കുന്നത്? വിശ്വസിക്കാതെ ഒരു മനുഷ്യൻ എങ്ങനെ രക്ഷ സംഭവിക്കും? അതുകൊണ്ട് നാം യഥാർത്ഥ ശിഷ്യനായി തീരേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം അടുത്തത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൂക്കോസ് 11:1 നമ്മൾ വായിക്കും. നമുക്കറിയാം ശിഷ്യന്മാര് കർത്താവിനോട് പറയുന്നു, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പഠിപ്പിക്കണമേ. അപ്പോൾ ശിഷ്യൻ എന്ന് പറയുന്നത് കസാരയിൽ ഇരിക്കുന്ന, സീനിയോറിറ്റി അനുസരിച്ച് കസാരയിൽ മാറി മാറി ഇരിക്കുന്ന ഒരാളല്ല ശിഷ്യൻ എന്ന് പറയുന്നത്. ശിഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും കർത്താവിൽ നിന്ന് പഠിക്കുന്നവനാണ്. ലൈഫ് ടൈം കർത്താവിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയാണ് കർത്താവ് ശിഷ്യന്മാരെ തന്റെ കൂടെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ശിഷ്യനായിരിക്കുമ്പോൾ എൻ്റെ ഉത്തരവാദിത്തമാണ് ഗുരുവിൽ നിന്ന് പഠിക്കുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ കാര്യങ്ങൾ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമുക്കറിയാം, ഈ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ സകല കാര്യങ്ങളും ഫ്രീ ആയിട്ടാണ് സ്വീകരിച്ചത്. രക്ഷ നമുക്ക് തികച്ചും ഫ്രീ ആണ്. നമ്മൾ ഒരു വിലയും കൊടുത്തില്ല. ഫ്രീ ആയിട്ട് നമ്മുടെ കർത്താവ് നമുക്ക് രക്ഷ തന്നു. കൃപാവരങ്ങൾ നാം പ്രാപിച്ചത് ഫ്രീ ആയിട്ടാണ്. ഈ ലോകത്തിൽ നാം പ്രാപിച്ചിരിക്കുന്ന നന്മകളൊക്കെ നമ്മൾ വിലയൊന്നും കൊടുത്തിട്ടല്ല, അത് ഫ്രീ ആയിട്ടാണ് ലഭിച്ചത്. പക്ഷേ ശിഷ്യനാകുക എന്ന് പറയുന്നത് അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിന് നമ്മൾ വില കൊടുത്തേ പറ്റത്തുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു 3 കാര്യങ്ങൾ 14-ന്റെ 26, 27, 33 ഈ 3 വാക്യങ്ങളിലാണ്. അപ്പം 26-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും സഹോദരിയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. എന്താ കർത്താവ് ഇങ്ങനെ പറഞ്ഞത്? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് പലപ്പോഴും നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത്. പഴയ നിയമത്തിൽ മോശയിലൂടെ യഹോവയായ ദൈവം ന്യായപ്രമാണം ദൈവജനത്തിന് കൊടുക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ കൽപ്പനയാണ്, ഒന്നാമതേ കൊടുക്കുന്ന പ്രമാണമാണ് നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക എന്നുള്ളത്. പക്ഷേ കർത്താവ് ഈ പുതിയ നിയമത്തിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ചേഞ്ച് ചെയ്തു.
എന്താണ് ഇവിടെ കർത്താവ് പറയുന്നത്? കർത്താവ് പറയുന്നത് ഈ വാക്യം കേൾക്കുമ്പോൾ നമ്മൾ ഈസിയായിട്ട് ഉപേക്ഷിച്ചു പോകാമെന്ന് ചിന്തിക്കരുത്. അത് വളരെ തെറ്റാണ്. മാതാപിതാക്കളെ ഉപേക്ഷിക്കാനല്ല കർത്താവ് പറയുന്നത്. കർത്താവ് ഇവിടെ പറയുന്നത്, ഒന്നാമത്തെ കാര്യം, നാം കർത്താവിനെ പിൻപറ്റുവാനായി ചിന്തിച്ചാൽ, അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യനാകാൻ തീരുമാനിച്ചാൽ, നമുക്ക് നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും എല്ലാം നമുക്ക് കൂടെ കൂട്ടാം. അപ്പോൾ ഇവരിൽ ആരെങ്കിലും തടസ്സം നിൽക്കുകയാണ്, ബന്ധങ്ങൾ ഉലച്ചിൽ വരികയാണ് എന്ന് ചിന്തിക്കുക. പക്ഷെ അതിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കർത്താവിനെ പിൻപറ്റുന്നതിനായിരിക്കണം, കർത്താവിനെ പിൻചെല്ലുന്നതായിരിക്കണം. ഇപ്പൊ നമ്മുടെ പ്രയോറിറ്റി എന്താണ്? ഓ, അപ്പനും അമ്മയും പറഞ്ഞു ഇനി വേറെ ആരോടും സുവിശേഷം പറയരുത്, ഇനി നീ പാസ്റ്റർ ആകണ്ട, അല്ലെങ്കിൽ സുവിശേഷം പറയാൻ പോകണ്ട, പ്രാർത്ഥനയ്ക്ക് പോകണ്ട. അപ്പോൾ ആ കാര്യം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ, നമ്മുടെ മുൻപിൽ വരുമ്പോൾ, നമ്മൾ ഏത് കാര്യത്തിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്? അപ്പം കർത്താവ് പറയുന്നത്, ഈ അപ്പനും അമ്മയും ഭാര്യയും മക്കളും സഹോദരങ്ങളും എന്ന് പറയുമ്പോൾ ഇത് ബന്ധത്തെയാണ് കാണിക്കുന്നത്, റിലേഷനെയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ക്രിസ്തു ശിഷ്യന്, അല്ലെങ്കിൽ ഒരുവന് ക്രിസ്തു ശിഷ്യനായിരിക്കാൻ ബന്ധങ്ങൾ തടസ്സമായി നിൽക്കരുത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ക്രൂശ് എടുത്തുകൊണ്ട് പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. എന്താ ഈ ക്രൂശ് എടുക്കുക എന്ന് പറയുന്നത്? ആളുകൾ പറയും കഷ്ടമാണ്, പ്രയാസമാണ്, കടങ്ങളാണ്, ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്. ഇതൊക്കെ ദൈവം അവന്റെ ജീവിതത്തിൽ തന്ന ക്രൂശാണെന്ന് ഒരു പക്ഷെ പറയും. നോ, ഇതൊക്കെ ക്രിസ്തു ശിഷ്യന് മാത്രമല്ല, ഈ ലോകത്തിലുള്ള ഒരുപാട് ആളുകൾ പട്ടിണിയിലൂടെയും പ്രയാസത്തിലൂടെയും കടത്തിലൂടെയൊക്കെ പോകുന്നവർ അനേകരുണ്ട്. പക്ഷെ ക്രൂശ് എന്ന് പറയുന്നത് അതല്ല. യെരുശലേമിന്റെ തെരുവീതിയിലൂടെ ഒരു മനുഷ്യൻ ക്രൂശ് എടുത്തുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് പോയാൽ അവൻ ജീവിതത്തിൽ തിരിച്ചു വരത്തില്ല. അവൻ അന്ന് മുതൽ ലോകത്തിന് മരിച്ചവനാണ്. കർത്താവ് എന്താ ഉദ്ദേശിക്കുന്ന അറിയാമോ? നാം ക്രിസ്തുവിന്റെ പിന്നാലെ പോകാനായിട്ട് ചിന്തിച്ചാൽ ലോകത്തിന് മരിച്ചവനായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അപ്പോൾ ലോകത്തിന് നാം മരിച്ചതായി പ്രഖ്യാപിച്ചിട്ട് വേണം, ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ വേണം. ഈ ക്രൂശ് എപ്പോഴും ഉള്ളപ്പോൾ, നാം എപ്പോഴും ക്രിസ്തുവോട് ക്രൂശിക്കപ്പെട്ടിരിക്കുമ്പോൾ, ലോകം പിന്നെ നമ്മെ പുറകോട്ട് വലിക്കാൻ പാടില്ല. ജഡത്തെ മരിപ്പിച്ചിട്ട് വേണം, ജഡസംബന്ധമായി മരിച്ചിട്ട് വേണം. അപ്പോൾ മാത്രമേ ക്രിസ്തുവിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആയെങ്കിൽ മാത്രമേ ക്രിസ്തു ശിഷ്യനായിരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. മൂന്നാമത്തെ കാര്യം, അങ്ങനെ തന്നെ അതിന്റെ 33-ാം വാക്യം പറയുന്നത്, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തനിക്കുള്ളതൊക്കെയും എന്ന് വെച്ചാൽ തിങ്സ്, വസ്തുക്കൾ, ധനമാകാം, ഭൂമിയാകാം, വീടാവാം, കാറാകാം, ബിസിനസ് ആകാം, പ്രൊഫഷൻ ആകാം, സ്ഥാനങ്ങളാകാം, എന്തുമായിക്കൊള്ളട്ടെ, അതിനെയൊക്കെ എന്ത് ചെയ്യണം? അതിനെയൊക്കെ മുറിവ് പിടിച്ചിരിക്കുന്നവന് ഒരിക്കലും അവന് ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. കർത്താവ് ഇവിടെ പറയുന്നത് 3 പ്രാവശ്യം ഇത് എടുത്തു പറയുമ്പോൾ, എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്ന് എടുത്തു പറയുമ്പോൾ നമ്മളത് വളരെ സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന്, കർത്താവ് പറയുന്നത് ബന്ധങ്ങൾ തടസ്സമായി നിൽക്കരുത്. 2, എന്റെ സ്വയം, ഞാൻ തന്നെ ക്രിസ്തുവിനെ പിൻപറ്റുന്നതിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നതിൽ തടസ്സമായി നിൽക്കരുത്. 3, വസ്തുവകകൾ, തിങ്സ്, അതൊരിക്കലും ക്രിസ്തു ശിഷ്യനായിരിക്കൽ നിന്ന് എന്നെ പിന്തിരിപ്പാൻ പാടില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ റീതിങ്ക് ചെയ്യാൻ കഴിയണം. നാം ഇത്രയും വർഷങ്ങളായി കർത്താവിനെ അറിഞ്ഞിട്ട്, സ്നാനപ്പെട്ടിട്ട്, കർത്താവിന്റെ കൂടെ ജീവിക്കാനായി തീരുമാനമെടുത്തിട്ട്, ഇന്നും നാം എവിടെയാണെന്ന്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് ശക്തമായി നമ്മളിൽ തന്നെ പരിശോധിക്കാനായിട്ട് കഴിയണം. വാസ്തവമായി ശരിക്കും ഞാനൊരു ക്രിസ്തു ശിഷ്യനായി തീർന്നിട്ടുണ്ടോ? ശിഷ്യന്റെ ദൗത്യം അടുത്ത എന്താണെന്ന് അറിയാമോ? ശിഷ്യനായിട്ടിരിക്കുകയല്ല,
മത്തായി 28:18 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത് പോലെ നാം ശിഷ്യന്മാരെ ഉണ്ടാക്കണം. അവരാണ് എനിക്ക് ശരിക്കും ശിഷ്യൻ. ശിഷ്യൻ ശിഷ്യനായിരിക്കുകയല്ല, ശിഷ്യൻ ഗുരുവിനെ പോലെ വളരുന്നതാണ് ശരിക്കും ശിഷ്യത്വം എന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തിലേക്കാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നത്. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങളെ നമുക്ക് ധ്യാനിക്കാം. ഇത്രത്തോളം ഒരുമിച്ച് ഈ ദൈവജനത്തോടൊരുമിച്ച്, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ മുൻപാകെ ദൈവജനം സംസാരിപ്പാൻ കർത്താവ് എനിക്ക് അവസരം തന്നതിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇതിന്റെ സംഘാടകരോട്, പ്രിയപ്പെട്ടവരോട് നന്ദി പറയുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നുണ്ട്. കാരണം തന്റെ പൈതങ്ങൾ കരഞ്ഞ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ അതിനെ മറികടന്നു പോകുവാൻ ദൈവത്തിന് കഴിയുന്നതാണ്.